ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ യുദ്ധത്തിനൊരു അറുതി വരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എത്രത്തോളം സത്യമാണെന്നറിയില്ല. കാരണം ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പില് മാറികളയും. എനിക്ക് അറിയില്ല ഇയാൾക്ക് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ആണോ എന്ന്. എന്തായാലും കഴിഞ്ഞ ദിവസം നെതന്യാഹുവും ട്രംപ് ഫോണിൽ സംസാരിച്ചിട്ട് പറഞ്ഞു 15 ദിവസത്തിനകം നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണം. ആ 15 ദിവസം ഗാസയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, വംശഹത്യയുടെ കൊടൂരമായിട്ടുള്ള ഒരു ഫേസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നൊക്കെ ഇവിടെ അടുപ്പുകൂട്ടുകാരിൽ നിന്ന് തള്ളിമറിക്കുന്നുണ്ട്. അവന്മാർക്ക് യുദ്ധം അവസാനിച്ചാലും വംശഹത്യ, യുദ്ധം തുടങ്ങിയാലും വംശഹത്യ, ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. ഇപ്പോ കേരളത്തില് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാലും അയ്യോ ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്, ഞാൻ നിയമം പിൻവലിച്ചാലും പറയും അയ്യോ ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയും. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അനങ്ങിയ പേടിയാണെന്നുള്ളതാണ്. എന്തായാലും ഇത് 15 ദിവസത്തിനകം ഇത് തീർക്കും. വെടിനിർത്തൽ കരാർ കൊണ്ടുവരും. പിന്നെ ഗാസയെ സംബന്ധിച്ച് ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഗാസയെ അംഗീകരിക്കുമോ എന്നോ മറ്റോ ആണ് വന്നിരിക്കുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. പിന്നെ എബ്രഹാം അക്കോർഡ് അത് ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിക്കും എന്നുള്ളതാണ്. ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് നോർമലൈസേഷൻ ആണ്. ഇസ്രായേലും സെവറൽ അറബ് നേഷൻസുമായിട്ടുള്ള, പ്രധാനമായിട്ടും സൗദി അറേബ്യ, UAE ഒക്കെ ആയിട്ടാണ് ഈ എബ്രഹാം അക്കോർഡ് അവര് പാലിച്ചു പോകുന്നത്. അത് ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. എന്ത് തോന്നുന്നു, സമാധാനം പുലരുമോ? അല്ല, ഇത് നമ്മൾ മുൻപ് എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയായിരിക്കും ഇതിന്റെ അവസാനം എന്നുള്ളത്. അതിനകത്ത് ഏതാണ്ട് 2 പോയിന്റ് ഇപ്പോൾ ഈ വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിലുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഇതൊരു പുതുമയായിട്ട് എനിക്ക് ഈ നിർദ്ദേശത്തിൽ തോന്നിയ ഒരു കാര്യം, ട്രംപ് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ പൊതുവെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിരാളികളും അല്ലെങ്കിൽ ഇപ്പം ഈ ഗസയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഭയങ്കരമായിട്ട് ഈ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണമായിട്ട് പലരും പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഈ എപ്പോഴും യുദ്ധം ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിനെതിരെ സ്വന്തം രാജ്യത്ത് അനവധി കേസുകളുണ്ട്, വിശ്വാസവഞ്ചന അടക്കമുള്ളവയുണ്ട്, അതിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു അകത്തു പോകുമെന്നും ഉണ്ട്. അപ്പൊ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 24 hours യുദ്ധവും അടിയുമായി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് അതിനകത്ത് ഭാഗികമായി ശരിയാണ് എന്ന് തന്നെ തോന്നുന്നു. കാരണം ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെയുള്ള എല്ലാ നടപടികളും എന്നേക്കുമായി നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ ഫ്രഞ്ച് നിയമം, ഫ്രാൻസിൽ അങ്ങനെയാണ് പോലും നിയമമുള്ളത്. അപ്പോൾ ഫ്രഞ്ച് നിയമം വേണമെങ്കിൽ അത്തരത്തിലെടുക്കാം. കാരണം അദ്ദേഹം യുദ്ധം ചെയ്തത് നാടിന് വേണ്ടിയിട്ടാണ്. യുദ്ധത്തിന്റെ മാത്രം അല്ല പ്രശ്നം, ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അഴിമതി ആരോപണം വരെ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുമുണ്ട്. ഏതായാലും അത് എത്രത്തോളം അവിടുത്തെ ജനവും അവരുടെ പാർലമെന്റും ഒക്കെ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണണം. ഒരുപക്ഷെ ഈ കേസിന്റെ നടപടികളുമായി ഒന്നുകിൽ മയപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയോ, ഇല്ലെങ്കിൽ അത് കീഴ്വഴക്കമായ ഒരു പക്ഷേ രാജ്യത്ത് മാറാൻ സാധ്യതയുണ്ട്. അതാണ് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗസയില് ഒരു ഭരണകൂടം, ആ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഈജിപ്തും UAE-യും ഇസ്രയേലും അമേരിക്കയും ചേർന്ന ഒരു ഭരണസമിതി ഉണ്ടാക്കുക. ആ ഭരണസമിതിയുടെ കീഴിൽ ഗസ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഗസയെ ഒരു പ്രത്യേക രാജ്യം പോലെ, എന്നാൽ രാജ്യമെന്ന് പറയാൻ കഴിയില്ല, രാജ്യം പോലെ ഒരു പ്രത്യേക ടെറിട്ടറിയായി മാറ്റുക. അവിടെ ഇസ്രയേലിന് എല്ലാവിധ പവറുകളും ഉണ്ടാകും, സൈനികപരമായിട്ടൊക്കെ ഉള്ള. അതായത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ആധുനിക ക്യാമറകൾ സ്ഥാപിക്കും അതിർത്തിയിലും മറ്റുമൊക്കെ. അതാണ് രണ്ടാമത് പറയുന്ന കാര്യം. മൂന്നാമത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കാര്യമാണ്. അത് തന്നെ ഒരു വലിയ മാറ്റമായിരിക്കും. കാരണം സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കും എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെ. കാരണം നമ്മുടെ രാജ്യം ഉൾപ്പെടെ സ്വതന്ത്ര പാലസ്തീൻ വേണമെന്ന് പറയുന്നതാണ്, ഇന്ത്യയുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്വതന്ത്ര പാലസ്തീൻ പ്രഖ്യാപിക്കും. പക്ഷെ ഈ പാലസ്തീൻ അതോറിറ്റിക്ക് ഗസയിൽ യാതൊരു റോളും ഉണ്ടാകില്ല. അതാണ് അവർ പറയുന്ന നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ അവർ പറയുന്ന കാര്യം, ഈ ഗസയിൽ നിന്ന് പലായനം ചെയ്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറുള്ള അറബ് നേഷൻസിന് അവരെല്ലാവിധ സഹായങ്ങളും സാമ്പത്തികമടക്കമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. മറ്റൊന്ന് അവർ പറയുന്ന ഈ എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു കരാർ പുനരുജ്ജീവിപ്പിക്കും, അക്കോർഡ് പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും പഴയതുപോലെ, അത് ഒന്നാം ട്രംപിന്റെ സർക്കാരിന്റെ കാലത്ത് അത് കുറച്ചൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലും സൗദിയും തമ്മിൽ ഫ്ലൈറ്റ് സർവീസിന്റെ ഒക്കെ ഒരു ഘട്ടം വരെ എത്തിയതാണ്, UAE-യുമായിട്ടൊക്കെ. അത് പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് ഇനി പറയുന്ന പോയിന്റിനകത്ത്. ഇസ്രായേൽ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്, ഈ ഹമാസിനെ പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് നാട് കടത്തും, ഹമാസിന്റെ നേതാക്കളെ. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നുള്ളതാണ്. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആകും, കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആകില്ല. ഇതാണ് ഇപ്പോൾ ഇവർ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് സ്വതന്ത്ര പാലസ്തീൻ എന്നൊരു കാര്യം ഇസ്രായേൽ അംഗീകരിക്കുകയാണ് എങ്കിൽ
അത് സാധ്യതകൾ ഏറെ ഉണ്ട് ഇതിന്. അപ്പോൾ അതിനകത്തും ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. വെസ്റ്റ് ഉം. ബാങ്കിന്റെ കുറെ പ്രദേശം ഇസ്രായേലിന് വിട്ടുകൊടുക്കുകയും വേണം. ഈ വെസ്റ്റ് ബാങ്കിനെ ചൊല്ലിയാണല്ലോ എപ്പോഴും അടി തുടങ്ങുന്നത്. അതെ അതെ അതെ. അവിടുത്തെ ആരാധനാലയത്തെ ചൊല്ലിയാണ് അടി തുടങ്ങുന്നത്. അപ്പൊ വെസ്റ്റ് ബാങ്കിന്റെ കുറെ പ്രദേശം ഇസ്രായേലിന് നൽകാമെങ്കിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഈ ഒരു വിഷയം തീർക്കാം. അപ്പൊ ആ വെസ്റ്റ് ബാങ്കിനെ കൂടി അമേരിക്ക അംഗീകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിന്റെ കുറെ ഭാഗം ഇസ്രായേലിന് നൽകുക, ഗസ ഒരു സ്വതന്ത്രമായ ഒരു പ്രദേശമായി നിൽക്കുക. അവിടെ ഈ ഇപ്പോഴത്തെ പാലസ്തീൻ യാതൊരു റോളും കാണില്ല. പക്ഷെ പാലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിക്കും. അപ്പൊ ഉം. പാലസ്തീനുമായിട്ടുള്ള അടി ഉണ്ടാകില്ല. പാലസ്തീനുമായിട്ട് നിലവിൽ ഇല്ല. അവർ പറയുന്നത് ഈ പാലസ്തീനിലുള്ള ടെറർ ഗ്രൂപ്പുകളായിട്ടാണല്ലോ ഈ ഹമാസും ഒക്കെ ആയിട്ട് അടി നടക്കും. അപ്പൊ പാലസ്തീനുമായിട്ട് സംഘർഷം ഉണ്ടാകുന്നില്ല. എബ്രഹാം അക്കോർഡ് വരുമ്പോൾ തന്നെ അത് ഒരു വലിയ മാറ്റം വരും. ഇത് രണ്ടെണ്ണം ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര ബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അമേരിക്കയെ സംബന്ധിച്ചും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള ഉം. കാര്യങ്ങളിലാണ് ഒരു കാര്യം നടക്കുന്നത്. പക്ഷെ ഇവരെ സ്വതന്ത്ര പാലസ്തീൻ അംഗീകരിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ പാലസ്തീന് ഇതിനകത്ത് റോള് കൊടുത്തില്ലെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല ഗസയിൽ. അപ്പോൾ ആ വക കാര്യങ്ങളുണ്ട്. ഇനി പ്രധാനപ്പെട്ട അതിനകത്ത് കീറാമുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെതന്യാഹുവിനെതിരായിട്ടുള്ള കേസ് ഇല്ലാതാക്കുമോ, അതുപോലെ ഉം. ഉം. തന്നെ ഈ ഹമാസിന്റെ ലീഡേഴ്സിനെ നാടുകടത്തുവോ, അതുപോലെ തന്നെ ഇവിടുത്തെ അഭയാർത്ഥികളെ മറ്റ് ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുമോ, അവരെ പുനരധിവസിപ്പിക്കുമോ എന്നൊക്കെ. എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഇതിനകത്ത് ഒരു സംശയം. ഇവർ പറയുന്നത് ഗസയെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ, റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇവിടേക്ക് ആർക്കും വരാം, ഇവിടെ വന്ന് കുടിയിറങ്ങിപ്പോയവരെയൊക്കെ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം അത് ഇപ്പോഴത്തെ നിലയിൽ അത് പ്രാക്ടിക്കൽ ആകില്ല. കാരണം ഇപ്പോൾ തന്നെ അവിടെ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു 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 വലിയ ഒരു കുറെ വർഷത്തേക്ക് എടുത്താൽ പോലും അവിടെ ഒരു സാധാരണ നിലയിലേക്കുള്ള ഒരു ജനജീവിതത്തിന്റെ പാതയിലേക്ക് എത്തില്ല. 100 ഇവിടെയാണ് കൊല്ലം എടുക്കുമെന്നാ ട്രംപിന്റെ പറയുന്നത്. ഉള്ളിന്റെ അതെ അതെ, ഇവിടെയാണ് ട്രംപിന്റെ ഉള്ളിലുള്ള ആ കനാൽ മോഹം ഒളിഞ്ഞു കിടക്കുന്നത്. അതെ അതെ ആ അതെ. ഒരു കനാലൂടെ കെട്ടുക, അതിന്റെ കുറെ ഭാഗം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം കൂടെ ഒരു പരിസമാപ്തിയാകും. ഇതിനിപ്പം ബെൻ ഗൂരിയൻ കനാൽ. സ്വഭാ ആ കനാലാണ് ഇവരുടെ ഒരു മുമ്പിലുള്ള കാര്യം. ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിനെ എത്ര അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാന പ്രശ്നം. കാരണം അങ്ങനെ പിന്തുണച്ചെങ്കിൽ മാത്രമേ ഇത് മുൻപോട്ട് പോകൂ. പക്ഷെ ഇതുകൊണ്ടും യുദ്ധം തീരും എന്നേക്കും എന്ന് ആരും കരുതുന്നില്ല. കാരണം ഹിസ്ബുള്ള, ഹൂത്തീസ്, ഇറാന്, ഈ പറയുന്ന ഹമാസ്, ഇത് കൂടെ ഹമാസ് പോലെ തന്നെ അനവധി ഭീകര സംഘടനകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളൊക്കെ സിറിയയിലുള്ള സംഘടനകളുണ്ട്. സിറിയയിൽ ISIS വളർന്നു വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് കിടക്കുന്നിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെടി പൊട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇത് വരികയാണെങ്കിൽ ഇസ്രായേലിന് ഒരു വലിയ ഇമേജിലേക്ക് ഉയരാൻ പറ്റും. കുറെ പ്രശ്നങ്ങൾ തീരും. ഇപ്പോഴേതാണ്ട് അവരുടെ ഒരു സ്വപ്നം ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ്. ആ ഒരു സ്വപ്നം ഏകദേശമൊക്കെ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. ലെബനന്റെ തെക്കൻ ഭാഗമൊക്കെ അവർ ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഉം. അവിടെ പുനരധിവാസം നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. സിറിയയിൽ അവർക്ക് വേണ്ട ഗോലാൻ കുന്നുകളും അതിന്റെ താഴ്വരകളും അവർ സിറിയയുടെ പക്കലുള്ള ഭാഗം അത് മുഴുവൻ അവർ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ വെസ്റ്റ് ബാങ്കും കിട്ടി, ഗസയുടെ കുറെ ഭാഗം കൂടെ അവരുടെ വന്നാൽ, ഇല്ലെങ്കിൽ ഗസയിൽ അവർക്കൊരു നിയന്ത്രണം കൂടെ വന്നാൽ ഏതാണ്ട് അവരുടെ സ്വപ്നം പൂവണിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പാലസ്തീൻ പിടിച്ചടക്കണമെന്നോ, ഈജിപ്റ്റ് ഉം. പിടിച്ചടക്കണമെന്നോ, ഏതെങ്കിലും രാജ്യം പിടിച്ചടക്കണമെന്നോ അവർക്ക് ഒരു ആഗ്രഹമില്ല. വിശാല ഇതിനിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്വപ്നം നമ്മുടെ അഖണ്ഡ ഭാരതമൊക്കെ പോലെ അവരുടെ മനസ്സിലുണ്ട് എന്ന് പല ആൾക്കാരും തള്ളി മറിക്കുന്നുണ്ട്. ഉള്ളതാണോ അത്? അതാണ് ഞാൻ പറഞ്ഞത്. അത് അവരുടെ സ്വപ്നമാണ്. നമുക്കറിയാം, ഈ ഉം. ഒരു വർഷം മുമ്പ് അവരുടെ വെബ്സൈറ്റ് വഴി ജൂതന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേലി പൗരത്വമുള്ള ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവരൊരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു. ഏതാണ്ട് ഉം. 2 ലക്ഷത്തിൽ പരം പേരാണ് അത് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഇസ്രായേലിൽ നിന്നുള്ള പൗരന്മാർ പല രാജ്യത്തും പോയിട്ടുണ്ടല്ലോ, അമേരിക്കയിലടക്കം പോയിട്ടുണ്ട്. അപ്പൊ യെസ്. അവരൊക്കെ അവിടുത്തെ സിറ്റിസൺസ് ആണ്. അവരോട് മടങ്ങി വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം, അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഞങ്ങൾ ചെയ്തു തരാം. ആ ഉം. ഫെസിലിറ്റി ചെയ്തു തരുന്നതിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. തെക്കൻ ലെബനൻ അടക്കം ഫലപുഷ്ടമായ ഒരു പ്രദേശമാണത്. അത് അടക്കം കൊടുക്കുക. പിന്നെ ഇവരുടെ കയ്യിൽ ഒരു 60,000-ഓളം അഭയാർത്ഥികളുണ്ട് വടക്കൻ ഇസ്രായേൽ, അവിടേക്ക് ഈ ലെബനിൽ നിന്ന് വന്നവർ, അവരെ കൂടെ പുനരധിവസിപ്പിക്കുക. അങ്ങനെ എല്ലാവരും എത്തുന്ന, അതായത് ലോകത്തെമ്പാടുമുള്ള എല്ലാ ജൂതരും ഇല്ലെങ്കിൽ എല്ലാ ഇസ്രായേലികളും വരുന്ന ഒരിടം. കാരണം അങ്ങനെ വലിയൊരു സംഖ്യയൊന്നും അവരില്ലല്ലോ, വരുന്ന ഉം. ഒരിടം. ഏതാണ്ട് ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വികാരമാണ്. അവരുടെ വിശുദ്ധമായ ദേവാലയങ്ങൾ അടക്കം നിൽക്കുന്ന ഒരു ഇടമാണ്. അപ്പൊ അതൊരു ഒരു വഴിയാകുന്നു. ഗസ സ്ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ കുറച്ചുകൂടെ സെക്യൂരിറ്റിയിൽ അവർ കുറച്ചുകൂടെ മുൻപോട്ട് കയറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെയാണ് മുൻപിലുള്ള കാര്യങ്ങൾ. ഇതിനെയൊക്കെ ലോകത്തെ ഏതെങ്കിലും മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുമോ, അതോ
ഒരുവിധപ്പെട്ട രാജ്യങ്ങളൊക്കെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങളെങ്കിലും. കാരണം എല്ലാവർക്കും ഉം. സമാധാനം ആവശ്യമാണല്ലോ. പക്ഷെ ഇത് ഇവിടം കൊണ്ടും അതെ തീരില്ല. തൽക്കാലമായിട്ടൊരു ആശ്വാസം കിട്ടും. ഭാവിയിൽ പിന്നീടും അടി നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഇസ്രായേലിനെയൊക്കെ സംബന്ധിച്ച് വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ്. ഏത് നിമിഷവും ഉം. അടി പൊട്ടാം. ഇല്ലെങ്കിൽ അടി പൊട്ടാതെ അധികം നാൾ മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അത് അങ്ങനെയാണ് ആ ഒരു ഭൂമിയും. കാരണം ആരെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്ത് വരും. അതെ അതെ ഇപ്പൊ അതെ അതെ ഇരിക്കുന്ന പാലസ്തീനിൽ ഇരിക്കുന്ന അവരെല്ലാം അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ കുറച്ചൊക്കെ സമാധാന പ്രിയരാണ് എങ്കിൽ നാളെ അത് മാറിക്കൂടുന്നില്ല. ഇല്ലെങ്കിൽ അവിടെ പുതിയ സംഘടനകൾ അതെ. വന്നുകൂടുന്നില്ല. അല്ല, ഇപ്പൊ ബൈബിൾ ചരിത്രം ലെബനിലുള്ള മുതൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ ചരിത്രം മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യുദ്ധം തന്നെയാണ്. അതായത് ഈ ജനത എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇവരെ വളഞ്ഞിട്ട് ഒരുപാട് പേര് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ച് ഇപ്പോ ആക്രമിച്ച് തന്നെയാണ് ഈ ഇപ്പൊ കാണുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിലും ആക്രമണം തന്നെയാണ് നടക്കുന്നത്. എന്നും യുദ്ധമാണ്. ഇനി ചിലപ്പോൾ നാളെ ഒരു 100 വർഷം കഴിഞ്ഞ് ഈ ഇസ്രായേലിന് വേറെ രീതിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിരിക്കാം. അപ്പോഴും യുദ്ധം തന്നെയായിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. യുദ്ധം തീരില്ല ഒരിക്കലും. പക്ഷെ ഈ ഒരു കരാറ് വരുമ്പോൾ കുറെയൊക്കെ രേഖകൾ വരും. ഇപ്പൊ ഒരു ഉം. രേഖയും ഇല്ലല്ലോ. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. കാരണം ഇസ്രായേൽ ഒരിക്കലും അതെ. പാലസ്തീനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോഴെങ്ങനെയാണ് അവിടെ ഒരു അംഗീകാരം വരുന്നത്? ഒരു രാജ്യത്തെ അംഗീകരിക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചിട്ടില്ല. ഉം. ഇസ്രായേലിനെ ഉം. പല അറബ് രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ചില ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു രേഖയോ വസ്തുതയോ ഒന്നും തന്നെ ഇല്ല ഇവിടെ. ഒരു വരയെങ്കിലും വരയ്ക്കണ്ടേ എവിടെങ്കിലും ഒക്കെ? ഇതാണ് അതിർത്തി എന്നും ഇതാണ് ഇവിടുത്തെ ഉം. നിയമമെന്നും. ഇതൊന്നുമില്ലാതെ കിടക്കുന്നവരിടത്ത് ഈ ഗസ എന്ന് പറയുന്ന അവരുടെ ഭാഗമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതെ. ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇനി എല്ലാത്തിനും ഒരു രൂപരേഖ വന്നാൽ ഒരുപക്ഷെ ഇതിനൊരു സമാധാനം ശാശ്വതമായിട്ട് ഉണ്ടാകുമായിരിക്കും. അതെന്ന് വരും എന്നുള്ളതാണ്. ഏതായാലും ട്രംപ് പിന്നെ ഇപ്പൊ ധനുഷ് പറഞ്ഞ ട്രംപാണ് ഇതൊക്കെ പറയുന്നത്. ട്രംപാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നീക്കുന്നത്. നാളെ ട്രംപിന്റെ ഉം. ഡയലോഗുകളൊക്കെ എന്താകുമെന്നോ ഇതെന്താണെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഉറപ്പായിട്ട് മാറ്റി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനം നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റോളികൾ വലിയ രീതിയിൽ ബഹളം വയ്ക്കും. ഇന്നലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. ട്രംപ് ഇങ്ങനെ പറയുന്നതിന് നമ്മളെ ട്രംപ് ഇന്ന് എന്താണ് പറയുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. നാളെ ട്രംപ് മാറ്റി പറഞ്ഞാൽ അതും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. അല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ വിളിച്ച് സംസാരിക്കായിരുന്നു. എന്തായാലും ഗാസ ശാന്തമാകട്ടെ, ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കട്ടെ, ഹമാസ് അവിടെ നിന്ന് പടിയിറങ്ങട്ടെ. ഈ ഹമാസിന് മുമ്പ് അവിടെ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളെല്ലാം അവിടെ നിന്ന് തൂത്തുവിറക്കി മാറ്റിയപ്പോഴാണ് അവിടെ ഹമാസ് ഉണ്ടായത്. ഈ ഹമാസ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേറെ ഒരു സംഘടന ഉണ്ടാകാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഘടന ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ളൊരു ജാഗ്രത ഇപ്പോൾ ഇറാനിലെ ആണവ നിലയങ്ങൾ പൊങ്ങാതിരിക്കാനുള്ള ജാഗ്രത ഇറാൻ കാണിക്കുന്നത് പോലെ ഇവിടെയും ഒരു ജാഗ്രത ഇസ്രായേൽ കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ബിജോട്ടാ. താങ്ക് യു സോ മച്ച്.